ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ബിരിയാണീൻ്റെ അരിയൊക്കെ കൈ വെച്ചിട്ടുണ്ട്. ചിക്കൻ മസാലയൊക്കെ ഇങ്ങനെ പെരക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചൂടെണ്ണയിൽ പൊരിക്കണം. അപ്പോൾ ബിരിയാണിക്കുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. പുതിന ചപ്പ് നമ്മൾ കുനുകുനാന്ന് അരിയുന്നുണ്ട്. ഉള്ളി നേരത്തെ നമ്മൾ മുറിച്ച് വെച്ചു. അപ്പോൾ ഇനി നെയ്ച്ചോറിൻ്റെ അരി ഇതിലിടണം. അപ്പോൾ ഇതിൽ ഇടുന്നുണ്ട്. ഇനി ഇത് നമ്മൾ വിസിൽ വരാൻ കാത്തിരിക്കണം. അപ്പോഴേക്കും നമ്മൾ പുതിന ചപ്പ് ഇവിടെ മുറിച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ പുതിന ചപ്പ് മുറിച്ചിട്ട് ഈ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിയും നമുക്ക് നെയ്ച്ചോറിന് വാട്ടണം. പരിപ്പും മുന്തിരിയും ഒക്കെ ഈ ഒരു പാത്രത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചീഞ്ചട്ടിയിൽ ഇട്ടിട്ടൊന്ന് നെയ്യിൽ വാട്ടിയെടുക്കണം. ചീഞ്ചട്ടിയിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നേരത്തെ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് കയ്യിൽ കൊണ്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഈ വാട്ടിയെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി ഈ ഒരു പാത്രത്തിൽ തന്നെ ഇടുന്നുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് വാട്ടണം. ഓരോന്നോരോന്നായിട്ടാണ് വാട്ടുന്നത്. ഇനി നമ്മൾ അണ്ടിപ്പരിപ്പാണ് ചീഞ്ചട്ടിയിലിടുന്നത്. അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. ചീഞ്ചട്ടി തന്നെ ചിക്കനും പൊരിക്കുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ഇതിലിടുകയാണ്. ഇതും കൂടിയുണ്ട് പൊരിക്കാൻ. അപ്പോൾ ഇത് മൊത്തം ഫുള്ളായി. മല്ലിച്ചപ്പൊക്കെ ഇതിൽ ഇട്ടിട്ടുണ്ട്. പൊരിക്കാൻ വെച്ച ചിക്കൻ ഈ പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട്. ഇത്ര നേരം എവിടെയോ പോയി കിടന്ന കുക്കു ഇത് തിരിച്ചു വന്നു. നീ എവിടെയാണേ പോയി? നീ ഒരാളിതാ അവിടെ കിടക്കുന്നുണ്ട്. അവിടെ കൊഞ്ചെന്ന് കണ്ടിട്ട് പാച്ചുവിന് അസൂയ വന്നു പോയി. ഞാൻ തന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്നും പറയാന സൂപ്പർ. ചിക്കൻ പൊരിച്ചിട്ട് അവസാനമാണിത്. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം സൂപ്പർ തന്നെയാണ്. അപ്പോൾ ഇനി എന്താ, ലൈക്ക് അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്തേക്ക്.